ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ശരപഞ്ചരം മലയാളത്തിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരമാര് എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു സംശയവുമില്ലാതെ എക്കാലവും പറയാൻ പറ്റുന്ന പേര് ജയൻ സാർ. അദ്ദേഹത്തിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിന് ശേഷം ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു സൗഭാഗ്യം വേറെ മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു നടന് പോലും ഉണ്ടാവുകയില്ല. നാളെ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരുപാട് തിയേറ്ററുകളിലൊന്നുമില്ലെങ്കിലും എല്ലാ നഗരങ്ങളിലും ഈ സിനിമയുണ്ട്. കോഴിക്കോട് നഗരത്തിലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 3ഓളം തിയേറ്ററുകളിലാണുള്ളത്. ഇനോക്സിലുണ്ട്, അതേപോലെ തന്നെ തൃപ്രയാർ, അതേപോലെ തന്നെ പാവറട്ടി, VKG സിനിമാസ്. എറണാകുളത്തും നല്ല ലെവലിലുള്ള തിയേറ്ററുകളിൽ നമുക്ക് കാണാം. 1-2 ഷോകളൊക്കെയുള്ളതാം. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, ഒരു ദശാബ്ദത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു ഈ ഒരു സിനിമ. മലയാളം പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും വലിയ നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് ജയൻ തന്നെയാണ്. അതുതന്നെയാണ് അദ്ദേഹം വിടവാങ്ങിയിട്ടും 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇവിടെ ഓടുന്നത്. അതും ഒരു പ്രത്യേകതരം ഫാൻസ് എന്നല്ല ഇതിന് പറയാനുള്ളത്. ഒട്ടുമിക്ക മലയാളികളും അദ്ദേഹത്തിൻ്റെ ഫാൻസാണ്. ഒരു കാലഘട്ടത്തിൽ കോമഡിയിലൂടെ അല്ലെങ്കിൽ TV പ്രോഗ്രാമുകളിലൂടെ അദ്ദേഹത്തെ കളിയാക്കിയവർ അത് തിരിച്ചറിഞ്ഞ് പിന്നീട് അദ്ദേഹത്തെ വാഴ്ത്തുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. പൗരുഷത്തിൻ്റെ ഒരു രൂപം എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അന്നും ഇന്നും നമ്മൾ കാണുന്നത്. ഇതുവരെ മലയാള സിനിമയ്ക്ക് ദർശിക്കാൻ കഴിയാത്ത ലെവലിലേക്ക് മലയാള സിനിമയെ എത്തിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ജയൻ എന്ന ആ ഒരു അത്ഭുത പ്രതിഭ. നമുക്കറിയാം, ഈ ഒരു സിനിമ കുതിരക്കാരനായി വന്ന് വീട്ടുകാരനായവൻ എന്നുള്ള പേരിൽ വന്ന് വില്ലൻ വേഷമാണ് എന്നുള്ള ആലോചിക്കുക. തുടർച്ചയെ 3ഓളം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടാണ് ജയൻ വിടവാങ്ങിയത്. അതെ, ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററുകളിലെത്തുമ്പോൾ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട്. എന്താണേലും ഇന്നും അദ്ദേഹത്തിന് നൽകുന്ന അംഗീകാരം മലയാള സിനിമയിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന എല്ലാ സൂപ്പർ താരങ്ങളെയും 40 വർഷങ്ങൾ കഴിയുമ്പോൾ ഓർക്കുക പോലും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയം ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ജയനെ നമ്മളെന്നും ഓർത്തിരിക്കുമെന്നുള്ളത് ഉറപ്പുമാണ്. ഇത് പറയുമ്പോൾ പലർക്കും തോന്നാം അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കുക. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള നടനാണ്. നമ്മൾ ജനിച്ചപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെക്കുറിച്ചുള്ള അറിവ് പോലുമില്ല. ഏകദേശം 10-15 വയസ്സിന് ശേഷമാണ് ജയൻ എന്ന നടനെക്കുറിച്ച് പോലും അറിയുന്നത്. പക്ഷേ അതിനുശേഷമുണ്ടായ ആരാധന അത് വേറൊരു ലെവലിലാണ്. ഇന്നുണ്ടാകുന്ന നമ്മളുടെ വമ്പൻ മുൻനിര താരങ്ങൾ, മലയാള സിനിമയുടെ നെടുംതൂണുകൾ, അവരെ 40 വർഷം കഴിഞ്ഞ് ഓർത്തിരിക്കുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഒന്നാലോചിച്ചാൽ മതി, 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ചിന്തിക്കുക, ജയനോടൊപ്പം ഉണ്ടായിരുന്ന എത്ര നടന്മാർ, അതിലും വലിയ നടന്മാരുണ്ടായിരുന്നു. എന്നാലും അവരെയൊക്കെ ജയനോളം നമ്മൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളത്. ഇത്രത്തോളം താരമൂല്യം അവർക്കുണ്ടായിരിക്കാം ആ കാലത്ത്. പക്ഷേ ഇന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു ജയൻ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തുക.